നമുക്കറിയാം ജോലി എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ പറയാറുണ്ട്. ഫുൾ ടൈം ജോലിയുണ്ട്, പാർട്ട് ടൈം ജോലിയുണ്ട്. അതെല്ലാം ഓരോരുത്തർ അവരുടെ സൗകര്യം അനുസരിച്ചായിരിക്കും നോക്കുന്നത്. ചിലപ്പോൾ ഫുൾ ടൈം ജോലി എടുത്തിട്ട് പാർട്ട് ടൈമും കൂടി ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അധികമായിട്ട് ഒരു ഇൻകം ഏൺ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളോ മറ്റെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ അതിന് പിന്നിലുണ്ടാകും. അത് നമ്മുടെ നാട്ടിലും അങ്ങനെയാണ്, UAE-യിലും അങ്ങനെ തന്നെയാണ്. രണ്ടിടത്തും ഫുൾ ടൈം ജോലിയും പാർട്ട് ടൈം ജോലിയൊക്കെ ഉണ്ട്. UAE-യിലും പാർട്ട് ടൈം ജോലി അനുവദനീയമാണ്. പക്ഷെ ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും എല്ലാം ഇതിനുണ്ട്. പലപ്പോഴും ഇതൊന്നും അറിയാതെയാണ് പ്രവാസികൾ ഇത്തരം കാര്യങ്ങളിലേക്ക് ചെന്നെത്തപ്പെടുന്നത്. നമുക്കറിയാം, റംസാന്റെ മാസം ആയതുകൊണ്ട് തന്നെ ജോലി സമയത്തിലും മറ്റു കാര്യങ്ങളിലും എല്ലാം ഗൾഫ് രാജ്യങ്ങളിൽ ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പൊ ജോലി സമയം കുറച്ചിട്ടുണ്ട്. അത് പ്രവാസികൾക്കും നോമ്പെടുക്കുന്നവർക്കും എല്ലാവർക്കും, ആ രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം ഒരുപോലെ ബാധകമാണ്. ആ സമയത്ത് ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അത് നിയമം മൂലം നിരോധിച്ചിട്ടുമുണ്ട് അവിടെ. അപ്പം ഇപ്പൊ പറഞ്ഞു വരുന്നത് ഈ ജോലിയിലെ ചില നിയന്ത്രണങ്ങളെ കുറിച്ചാണ്. അതായത് പുണ്യമാസമായ റമദാനിൽ ജോലി സമയം കുറയ്ക്കുന്നതും വൈകുന്നേരങ്ങളിൽ കൂടുതൽ സമയം ലഭിക്കുന്നതും പ്രവാസികളെ പാർട്ട് ടൈം ജോലികളിലേക്ക് ആകർഷിക്കാറുണ്ട്. സാമ്പത്തികമായി മെച്ചപ്പെടാൻ ഇത് നല്ലൊരു അവസരമാണെങ്കിലും UAE-യിലെ കർശനമായ തൊഴിൽ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ വലിയ തിരിച്ചടികൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. നിയമപരമായ അനുമതി ഇല്ലാതെ മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് കനത്ത പിഴയ്ക്കും നാടുകടത്തലിനും ഒക്കെ കാരണമായേക്കാം. നിലവിലുള്ള സ്പോൺസറുടെ അനുമതിയും മന്ത്രാലയത്തിന്റെ പ്രത്യേക പെർമിറ്റും ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം ജോലികൾ സുരക്ഷിതമായി ചെയ്യാൻ സാധിക്കൂ. റമദാൻ കാലത്ത് പ്രത്യേക പരിശോധനകൾ മുന്നിൽ കണ്ട് നിയമവശങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മാത്രം മുന്നോട്ട് പോവുക. റമദാൻ മാസത്തിൽ UAE-യിൽ പാർട്ട് ടൈം ജോലി ചെയ്യാമോ? ഈ സംശയം മിക്ക പ്രവാസികൾക്കും ഉണ്ടാകും. എന്നാൽ UAE-യിൽ അനുവദിക്കുമെങ്കിലും നിയമങ്ങൾ കൃത്യമായി പാലിക്കണം എന്ന് കൂടിയുണ്ട്. കാരണം UAE ലേബർ ലോ പാലിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ നാട് കടത്തൽ വരെ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം. കൂടാതെ മാനവ വിഭവശേഷി മന്ത്രാലയത്തിൽ നിന്ന് പാർട്ട് ടൈം വർക്ക് പെർമിറ്റ് നേടണം. ഇതിനു മുന്നേ നിങ്ങളുടെ നിലവിലുള്ള സ്പോൺസറുടെയോ കമ്പനിയുടെയോ സമ്മതമോ ഒക്കെ ആവശ്യമാണ്. അവർ സമ്മതിച്ചില്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഇനി സമ്മതിച്ചാൽ നിങ്ങൾക്ക് വൈകുന്നേരങ്ങളിൽ പാർട്ട് ടൈം ആയി ജോലി ചെയ്യാൻ സാധിക്കും. ഇനി ഇത് ഒന്നും പാലിക്കാതെ ജോലിക്ക് കയറിയാൽ ചിലപ്പോൾ വലിയ തുക പിഴയായും നാടുകടത്തലും ഒക്കെ നേരിടേണ്ടി വരികയും ചെയ്യും. അതേസമയം കൂടുതൽ ആളുകളും ഡെലിവറി, ഫ്രീലാൻസ് ജോലികൾ ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. ഇനി നിങ്ങൾക്ക് സ്കില്ലുകൾ ഉണ്ടെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ്, അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് തുടങ്ങിയത് കൂടെ ചെയ്യാൻ സാധിക്കും. പക്ഷെ നിയമം പാലിക്കണം. കൂടാതെ ലേബർ കാർഡ് ഇല്ലാതെ മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് എന്ന കാര്യം മറക്കരുത്. റമദാൻ കാലത്ത് പരിശോധനകൾ കർശനമാക്കാൻ സാധ്യതയുള്ളതിനാൽ നിയമപരമായ പെർമിറ്റുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് സ്വന്തമായും ഭക്ഷണം, വസ്ത്രം അല്ലെങ്കിൽ കരകൗശല വസ്തുക്കൾ തുടങ്ങിയവ ഓൺലൈൻ വഴി സെയിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ UAE-യിൽ അതിന് ട്രേഡർ ലൈസൻസ് നിർബന്ധമാണ്. ഇതുവഴി നിങ്ങൾക്ക് ഓഫീസ് എടുക്കാതെ തന്നെ വീട്ടിലിരുന്ന് സോഷ്യൽ മീഡിയ വഴി ബിസിനസ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു കമ്പനിയിലും ജോലി ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വതന്ത്രമായി ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ UAE-യിൽ ഫ്രീലാൻസ് പെർമിറ്റുകൾ കൂടെ ലഭ്യമാണ്. ദുബായ് മീഡിയ സിറ്റി, നോളജ് പാർക്ക് തുടങ്ങിയ ഫ്രീ സോണുകൾ ഇത്തരം പെർമിറ്റുകൾ നൽകുന്നുണ്ട്. അതേസമയം ഇക്കാര്യത്തിൽ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. നിങ്ങളുടെ പാർട്ട് ടൈം ജോലി നിങ്ങളുടെ നിലവിലെ ജോലിയെ ഒരിക്കലും ബാധിക്കാൻ പാടില്ല. സ്പോൺസറുടെ അറിവില്ലാതെ സൈഡ് ബിസിനസ് ചെയ്യുന്നതും കരാർ ലംഘനത്തിന് തുല്യമായി തന്നെ കണക്കാക്കും. നിയമവിധേയമായി മാത്രം പാർട്ട് ടൈം ജോലികൾ തിരഞ്ഞെടുക്കാൻ പ്രവാസികൾ ശ്രദ്ധിക്കണം. സ്വന്തം കഴിവിനനുസരിച്ച് ഡെലിവറി സർവീസ് മുതൽ ഗ്രാഫിക് ഡിസൈനിങ് വരെയുള്ള മേഖലകൾ തിരഞ്ഞെടുക്കുമ്പോൾ ലേബർ കാർഡും ആവശ്യമായ ലൈസൻസുകളും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവർ ട്രേഡർ ലൈസൻസ് എടുക്കുന്നത് വഴി നിയമ നടപടികളിൽ നിന്ന് സുരക്ഷിതരാകാം. നിങ്ങളുടെ നിലവിലെ തൊഴിൽ കരാറിനെ ബാധിക്കാത്ത രീതിയിൽ മാത്രം സൈഡ് ബിസിനസ്സുകൾ പ്ലാൻ ചെയ്യുക. കൃത്യമായ പ്ലാനിങ്ങും നിയമപരമായ പെർമിറ്റും ഉണ്ടെങ്കിൽ റമദാൻ കാലം സാമ്പത്തികമായി പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കും. നിയമങ്ങൾ പാലിച്ച് സുരക്ഷിതമായി മുന്നോട്ട് പോവുക എന്നുള്ള ഒറ്റ വഴി മാത്രമാണ് പ്രവാസികൾക്ക് മുന്നിലുള്ളത്. നിയമലംഘനം ഉണ്ടായാൽ അത് UAE ഒരു രീതിയിലും അനുവദിക്കുന്നതല്ല.